ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഒ പിയിൽ വരുന്ന മിക്ക കുട്ടികളും പ്രത്യേകിച്ച് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ മേക്കപ്പ്സ് യൂസ് ചെയ്ത് വരാറുണ്ട്. അതായത് ഐ മേക്കപ്പ്സോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ ഇട്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. പക്ഷേ ഇങ്ങനെ 10 അല്ലെങ്കിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാമോ? അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഐ മേക്കപ്പ്സ്, അതിൽ കാജൽ അല്ലെങ്കിൽ കൺമഷി, ഐലൈനർ, ഐ ഷാഡോസ്, ഗ്ലിറ്റേഴ്സ് അല്ലെങ്കിൽ മസ്കാരയൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. കുട്ടികളുടെ സ്കിൻ വൈസ് നോക്കുകയാണെങ്കിൽ സ്കിന്ന് നമ്മൾ അഡൾട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ തിൻ സ്കിന്നാണ്. സ്കിൻ ബാരിയേഴ്സ് ഒന്നും പ്രോപ്പർലി മെച്ചർ ആവാത്തതാണ്. സോ ഇത് കാരണം അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. കണ്ണിന് ചുറ്റുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ തിന്നറാണ്. സോ ഡെലിക്കേറ്റ് ഏരിയ ആയതുകൊണ്ട് ഫാസ്റ്റർ അബ്സോർപ്ഷൻ ഉണ്ടാവും. അത് കണ്ണിൻ്റെ തൊട്ടടുത്ത് മ്യൂക്കസ് മെമ്പറൈൻ വഴിയും ഫാസ്റ്റർ അബ്സോർപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുട്ടികളിൽ ഹാൻഡ് മൗത്ത് കോൺടാക്റ്റ് കൂടുതലാണ്. അപ്പോൾ അവർ എന്ത് സാധനം എടുത്താലും അത് അവരുടെ വായ വഴി ഉള്ളിലെത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഇവർ പ്രോപ്പർ ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുക. പലരും യൂസ് ചെയ്തതും അഡൾട്ട്സിൻ്റെ പ്രോഡക്ട്സും ഷെയർ ചെയ്തിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് അതുവഴി കണ്ടാമിനേഷൻ, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടാവാനും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഐ മേക്കപ്സിലും ലിപ്സ്റ്റിക്സിലും എല്ലാം അടങ്ങിയിരിക്കുന്നത് ഹെവി മെറ്റൽസ് ആണ്. അതായത് ലെഡ്, മെർക്കുറി, ആർസനിക് പോലുള്ളത് നമ്മൾക്ക് നോർമലി റെക്കമെൻഡഡ് ലെവലിനേക്കാളും വളരെ ഹൈ ലെവൽസ് ആണ് നമുക്ക് കിട്ടുന്ന സാധനങ്ങളിലുള്ളത്. അപ്പോൾ ഇത് കുട്ടികളിൽ ന്യൂറോ ടോക്സിറ്റി ഉണ്ടാക്കാനും ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ പ്രോഡക്ട്സിൽ ഫ്രാഗ്രൻസസ് ആയിട്ട് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പാരബൻസ്, ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ താലൈറ്റ്സ് ആണ്. ഇത് കുട്ടികളിൽ എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻ, അതായത് ഹോർമോണൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കാനും കുട്ടികളിൽ ഏർലി പ്യൂബേർട്ടി, നേരത്തെ മെൻസസ് ആവാനുള്ള, വളർച്ച ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, കുട്ടികളുടെ റെഗുലർ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ യൂസ് ഒഴിവാക്കുക. 2, കിഡ്സ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ കിഡ്സ് സേഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അത് എന്തെങ്കിലും ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യുക. 3, ഈ പറഞ്ഞ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ സേഫ്റ്റി നിങ്ങൾക്ക് ഉറപ്പാക്കാവുന്നതാണ്.